CP രാധാകൃഷ്ണൻജി നമ്മുടെ ഉപരാഷ്ട്രപതിയായിരിക്കുന്നു. അദ്ദേഹത്തിന് ചില കേരള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മാഡത്തിന് നല്ല അടുപ്പവും പരിചയവും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും കേരളത്തിന്റെ അത് ശരിക്കും മലയാളിയാണോ എന്നൊരു ചോദ്യം. അദ്ദേഹം മലയാളിയായിട്ട് നമുക്ക് തോന്നും, പക്ഷെ മലയാളിയല്ല. അദ്ദേഹം ആ സ്റ്റൈലൊക്കെ കാണുമ്പോൾ മുണ്ടൊക്കെ എടുത്ത് തിരുപ്പൂരാണ്, തമിഴ്നാട്ടിലെ തിരുപ്പൂരാണ്. മാത്രമല്ല എന്താണ് എലക്റ്റഡ് മെമ്പർ ടു പാർലമെന്റ് 2 പ്രാവശ്യം കോയമ്പത്തൂരിൽ നിന്ന്. ഞങ്ങളുടെ പ്രഭാരിയായിരുന്നു, ഞാൻ കേരളത്തിന്റെ BJPയുടെ പ്രഭാരിയായിരുന്നു. അതെ അതെ. അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റാണ് മഹിളാ മോർച്ചയുടെ. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. CP എന്നുള്ളതിന് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് കാം ആൻഡ് പൊളൈറ്റ്. ഞങ്ങൾ സാധാരണ ഇപ്പോൾ ചേർന്നിട്ടുള്ളൂ പാർട്ടിയിലൊക്കെ. ഒരു പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താവ് എങ്ങനെയാണ് നമ്മൾ ഉപദേശങ്ങൾ തരിക, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത്, എങ്ങനെ ജനങ്ങളുടെ ശബ്ദമാവണം, എങ്ങനെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തലയ്ക്ക് അഹങ്കാരം വരരുത്. ആളുകൾ നമ്മളോടൊപ്പം പുറകെ നടന്ന് ആക്കുമ്പോൾ നമ്മളുടെ തലയിൽ അഹങ്കാരം കയറരുത്. അപ്പോഴും നമ്മൾ അവരിൽ ഒരാളായിരിക്കുക. നമ്മളുടെ വസ്ത്രവിധാന രീതി, ഇപ്പോഴും അദ്ദേഹം ഒരു മുണ്ടും ഒരു ജുബ്ബയാണ് ഇടുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം മേർജ് ചെയ്തു പോകും. വലിയ പട്ടുസാരി ഉടുക്കുകയോ, അങ്ങനെ സാധാരണ ആൾക്കാരെങ്ങനെ വരുന്നു അതുപോലെ ആയിരിക്കണം ഒരു പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകൻ. ഒരു ആൾക്കൂട്ടത്തിൽ എഴുന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേഷവിധാനങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നത്. അദ്ദേഹം തല ഉയർന്നു തന്നെ നിൽക്കും, നല്ല പൊക്കമുണ്ട് കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ തല എന്നും ഉയർന്നു തന്നെ നിൽക്കും. ഞാൻ അദ്ദേഹത്തിന് CP എന്നിട്ടേക്കുന്നതിന് എൻ്റെ മനസ്സിൽ കാം ആൻഡ് പൊളൈറ്റ്. എപ്പോഴും ഞാനത് പാത പിന്തുടരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയ്ക്ക് അജിറ്റേറ്റഡ് ആവുന്ന മൊമെൻറ്റിൽ പോലും കാമായിട്ടിരിക്കുക. കുറച്ച് അദ്ദേഹം പറഞ്ഞെന്നാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കാമാകും. പൊളൈറ്റായിട്ടിരിക്കുക. കൊച്ചാളാവട്ടെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളാവട്ടെ, വലിയ കാശുകാരാവട്ടെ, വലിയ ഉയർന്ന പദവിയിലായിരിക്കട്ടെ, എല്ലാവരെയും കാണുമ്പോഴും വണക്കം. അങ്ങനെ വണക്കം അക്ക, വണക്കം അണ്ണ, വണക്കം തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് ആ വണക്കം എന്ന് പറയുന്ന രീതിയിൽ ഒരു ഭവ്യത ഉണ്ടാക്കുന്നതല്ല. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതും സ്വയമായി വരുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതുപോലെ ആരെ കാണുമ്പോൾ ഞാൻ പറയും, എന്നെക്കാട്ടിലും മൂത്ത ആൾക്കാരാണെങ്കിൽ എന്നെ പത്മജ, അയ്യോ ഒരു റെസ്പെക്റ്റിന് വേണ്ടി മാഡം. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. കൈ കൂപ്പിക്കൊണ്ടല്ലേ വോട്ട് ചോദിച്ചു വരുന്നത്. വോട്ട് തരുമോ? ജയിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് മാഡം ആവുന്നത്? പിന്നെ നിങ്ങൾ എന്നെക്കാട്ടിലും ഇളയതാണെന്ന് നോക്കാതെ പത്മജ ചേച്ചി. അതൊക്കെ അദ്ദേഹത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ്. പ്രിയന് വിശ്വസിക്കാൻ പറ്റും. അദ്ദേഹം എന്ത് ഉയർന്ന ചുമതലയിലാണ് ഇവിടുന്ന് പ്രഭാരി സ്ഥാനത്ത് നിന്നും പോയത്. ഗവർണറായിട്ട് ഝാർഖണ്ഡിൽ അവിടെയൊക്കെ പോയിട്ട് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതിയായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. എന്ത് മെസ്സേജ് അയച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ ടിങ് ടിങ് എന്ന് വരും. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആയിരിക്കും വിശദമായിട്ട്. ഞാനപ്പോൾ ടേബിൾ ടെന്നീസിൻ്റെ പ്രസിഡൻ്റായി എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. ചുമ്മാ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഒരു അണ്ണൻ കളഞ്ഞ് വയ്ക്കും. ഉടനെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് തിരിച്ചു വന്നിരിക്കുന്നു, ഡു യുവർ ഗുഡ് വർക്ക്, യുവർ സക്സസ് വിൽ ബി യുവേഴ്സ് ഇൻ ഫ്യൂച്ചർ എന്നും പറഞ്ഞിട്ട്. ഇന്നലെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയ ടേബിൾ ടെന്നീസ് കളിക്കാരനായിരുന്നു എന്നൊന്നും ബോസ്റ്റ് ചെയ്തില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ TV പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് അദ്ദേഹവും ഒരു ടേബിൾ ടെന്നീസ് താരമായിരുന്നു എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടായത്. പിന്നെ അദ്ദേഹം അവിടുത്തെ മഹാരാഷ്ട്രയിലെ ഗവർണറായിരിക്കുന്ന സമയത്താണ് ഇവിടെ രാമചന്ദ്രൻ ചേട്ടൻ്റെ കൊലപാതകം പഹൽഗാമിൽ ഉണ്ടായത്. അദ്ദേഹം ഇവിടെ വരാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ PA MK പിള്ള എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോയർ ബോർഡ് ചെയർമാനായിരുന്നു 2016 മുതൽ. അന്ന് മുതൽ മലയാളി ഇതിലാണല്ലോ, ഇവിടെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. MK പിള്ള അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പോയപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കൊണ്ടു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ MK പിള്ള ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഗവർണർജി വരുന്നുണ്ട്, പത്മജിക്ക് ഒന്ന് വരാൻ പറ്റുമോ? അപ്പം ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ ആൾക്കാർക്ക് അന്ന് വരുന്നുണ്ട്, മരണം നടന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം വളരെ എളിമയോടെ വന്നു. കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്, കാരണം ഗവർണറാണ് വരുന്നത്. എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഒരു തങ്കച്ചോടെന്നുള്ള മറ്റുള്ള ഭാര്യയോടും ഇങ്ങനെ ധാരമുറിയാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. മകളും ഒക്കെ ആണെങ്കിലും ആ ബോൾഡ്നെസ്സൊന്നും ആ കുട്ടിയുടെ അന്നുണ്ടായിട്ടില്ല. അന്ന് മരിച്ച് ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടി വളരെ ബോൾഡായിട്ടാണ് മീഡിയയെ അഭിമുഖീകരിച്ചത്. മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.
എന്ത് ഗവർണറാണെങ്കിലും എനിക്കൊരു 2 ബിറ്റ്സ് പറയണമല്ലോ. പ്രിയന് എൻ്റെ സ്വഭാവം ഇത്ര നാളുടെ മനസ്സിലായി. ഞാൻ പറഞ്ഞു പ്രോട്ടോക്കോളും തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ടെന്ന്, സാർ എനിക്ക് എൻ്റെ കാര്യം പറയാനായിട്ട് അനുവാദം തരും. അതിനെന്താ പത്മജ പറഞ്ഞോളൂ. പിന്നെ ഞാനും കൂടെ തുടങ്ങിയില്ലേ, അതെ ഈ കുട്ടിയെ ഭയങ്കര സൈബർ അറ്റാക്ക് ഉണ്ടായി, ഈ കരഞ്ഞില്ല, അപ്പോൾ സ്വന്തം അച്ഛനാണോ മരിച്ചത്, എന്ത് ബോൾഡായിട്ടാണ് നിന്നത്, ഒരു തുള്ളി കണ്ണീര് അവരുടെ കണ്ണിൽ നിന്ന് വന്നില്ലല്ലോ. അന്ന് ആ കുട്ടിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീണിരുന്നുവെങ്കിൽ കേരളം എരിഞ്ഞേനെ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തപിച്ചു പോയേനെ. പക്ഷേ ആ കുട്ടി ബോൾഡായിട്ട് നിന്ന് അവിടെ എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി ഈ ന്യൂനപക്ഷത്തിൽ. ഈ കുട്ടിയുടെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരായ സമൂഹത്തിൽ നിന്നുള്ളവരെ വളരെ പ്രേസ് ചെയ്ത് പറയുന്നത് കൊണ്ട് കേരളം അന്ന് കത്തിയില്ല. ശരിയാണോ പ്രിയ? അപ്പോൾ ആ കുട്ടി അന്ന് കരഞ്ഞിരുന്നെങ്കിലോ, എന്ത് ബോൾഡായിട്ടെങ്കിലും ആ കുട്ടിയുടെ അച്ഛൻ്റെ, അതായത് രാമചന്ദ്രൻ്റെ ക്രിമേഷൻ്റെ സമയത്ത് ആചാരവെടി മുഴങ്ങിയപ്പോൾ ഓരോ വെടിയിൽ ആ കുട്ടി ഇങ്ങനെ ഞെട്ടി വിരിഞ്ഞിങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളുടെ പുറകിലേക്ക് മാറുകയായിരുന്നു. ആ വെടിയൊച്ച, അച്ഛനെ കൊന്ന വെടിയൊച്ച ആ കുട്ടിയുടെ മനസ്സിൽ ഉയർന്നു കേൾക്കുകയായിരുന്നു. 2 ആൺകുട്ടികൾ, ഇരട്ടക്കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഉറക്കുകയില്ല. അപ്പുപ്പാ അപ്പുപ്പാ എന്നും പറഞ്ഞ് എഴുന്നേക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കൗൺസിലിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു. പ്രിയ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗവർണറുടെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് 2 കാര്യം പറയാൻ സമ്മതിക്കുമോ, പ്രോട്ടോകോൾ ലംഘനമാണോ എന്നറിയില്ല, എന്നൊക്കെ ഒരു ലംഘനമില്ല, സംസാരിച്ചോളൂ എന്ന് പറയാനായിട്ട് CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കാം ആൻഡ് പൊളൈറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ അണ്ണ എന്ന് വിളിക്കുന്ന അദ്ദേഹം ഇവിടെ പ്രഭാരിയായിരുന്നല്ലോ. എല്ലായിടത്തും പോവും, മോസ്കിൽ പോവും, ചാപ്പലിൽ പോവും, പള്ളിയിൽ പോവും. എല്ലാ ഹിന്ദുവിൽ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യൻസിൽ എത്രയോ വിഭാഗങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളുമായിട്ട് പോയിട്ട് രാഷ്ട്രീയമൊന്നും സംസാരിക്കില്ല, ഒരു സൗഹൃദം കീപ്പ് ചെയ്യുക. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണ്. രാഷ്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എല്ലാവരും ചേർന്നാണ്. അപ്പം നമ്മളെല്ലാവരെയും വോട്ട് ബാങ്കല്ല, വോട്ട് ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുകയോ ചെയ്ത് അവരുടെ ഇത്, പക്ഷെ എല്ലാവരുമായിട്ടും നമ്മളൊരു ബന്ധം കീപ്പ് ചെയ്യണം. അതാണ് രാഷ്ട്രം എന്ന് പറയുമ്പോൾ. പ്രിയനുണ്ട്, പ്രജിതയുണ്ട്, നമ്മുടെ സന്ദീപ് ഏട്ടനുണ്ട്, എല്ലാവരും കൂടെ ചെയ്യുന്നതാണ് ഇത്. പ്രിയൻ പറഞ്ഞു ഞാൻ SFIക്കാരനാകൊണ്ട് ഞാൻ വന്ന് 2 ഇടി തന്നോ? ഒന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ജീവിക്കാനൊരു വ്യവസ്ഥയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞെന്നൊരു വലിയ കാര്യമാണ്. എല്ലാവരെയും കാണണം, ബഹുമാനിക്കണം, കൈകൂപ്പി ബഹുമാനിക്കണം, കൈ കൊടുക്കണം. ആ ടച്ചിലൊരു ഇതുണ്ട്, കൈ കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആത്മബന്ധമുണ്ട്. ഇവിടെ നമ്മുടെ കത്തോലിക്ക ബാവ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നുണ്ടായി. അവിടെ നിന്ന് ഫോൺ വന്നു, എനിക്കൊന്ന് കാണണമല്ലോ, പത്മജ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ ഗവർണർ വരുന്നു, അവിടെ ഇരിക്കാൻ പറയൂ, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം എന്ന് അവൈലബിൾ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ സമയം എപ്പോഴാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞു 17-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സമയത്ത് വരുന്നല്ല, അദ്ദേഹത്തിൻ്റെ സമയം. ആ സമയത്തല്ല അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് വന്ന്, അദ്ദേഹം വെയിറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന സമയത്ത് വരും, എനിക്ക് ഒട്ടും സമയം കളയാനില്ല, ഞാൻ അവിടെ വരാമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്തിനും സൗകര്യത്തിനുമാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തലയെടുപ്പുള്ള ഉപരാഷ്ട്രപതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല തലയെടുപ്പുണ്ട് കേട്ടോ, നല്ല തലയെടുപ്പുണ്ട്. മാത്രമല്ല 5 പൈസ അദ്ദേഹം മേടിക്കില്ല. അദ്ദേഹം ഇവിടെ പ്രഭാരിയായിരുന്ന സമയത്ത് ഇലക്ഷൻ ക്യാമ്പയിന് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അംബാസിഡർ കാറ് ചീത്തയായി, 1.5 ലക്ഷം രൂപ എന്തുവായി. ഇവിടുത്തെ പാർട്ടി ഇതാക്കി, തിരിച്ചു ചെന്നിട്ട് പാർട്ടി ഫണ്ടിലേക്ക് ആ പൈസ അയച്ചു കൊടുത്തു. അദ്ദേഹം ഓരോ ഇലക്ഷൻ നിൽക്കുമ്പോഴും ഓരോ സ്ഥലങ്ങൾ വിറ്റുകൊണ്ടിരിക്കും. ഒരു പൈസ ഒരു മനുഷ്യൻ്റെയും അദ്ദേഹം മേടിച്ചിട്ടില്ല. മേടിക്കാനായിട്ട് അദ്ദേഹം ചാൻസ് കൊടുക്കില്ല. രാഷ്ട്ര പുനർനിർമ്മിതിയിൽ നമ്മളുടെ പങ്ക് വഹിക്കുക, ഇതൊരു നല്ല തത്വമല്ലേ? അപ്പോൾ കാം ആൻഡ് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഉപരാഷ്ട്രപതിയെയാണ് ഇത്തവണ നമ്മളുടെ ജനങ്ങൾ എല്ലാവരും ചെന്ന് ചേർന്നിരിക്കുന്നത്. മാത്രമല്ല 15 വോട്ട് ഇന്ത്യ മുന്നണിയുടെ അദ്ദേഹത്തിന് വീണു. ചിലപ്പോൾ തമിഴ്നാടുകാരുടെ ആയിരിക്കാം, അദ്ദേഹം ഇരിക്കുന്ന മഹാരാഷ്ട്രക്കാരുടെ ആയിരിക്കാം, ഛത്തീസ്ഗഡിലെ ഗവർണറായിരുന്നു. ഇത്രയും നല്ലൊരു ഗവർണർ എന്നവർക്കറിയാമല്ലോ. അദ്ദേഹം തന്നെ നമ്മളുടെ ഉപരാഷ്ട്രപതി ആയിരിക്കട്ടെ എന്ന് വിചാരത്തിൽ അവർ തന്നെ ചെയ്തതായിരിക്കാം, അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്കും വ്യക്തിപ്രാഭവത്തിനും വേണ്ടി ഇന്ത്യ മുന്നണിക്കാർ ചെയ്ത വോട്ടുമായിക്കൂടെ അല്ലേ? അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഉപരാഷ്ട്രപതിയാണ്. എപ്പോഴും അദ്ദേഹം ആക്സസിബിളാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അദ്ദേഹം ഉപരാഷ്ട്രപതി ഭവനിലേക്ക് താമസം മാറ്റുമ്പോൾ ഒന്ന് പോയി കണ്ടാലോ? ഉറപ്പായിട്ടും, തീർച്ചയായും, സന്തോഷമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.